back to my YouTube channel. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 5 minutes മേക്കപ്പ് ആണ്. നമുക്ക് 5 മിനിറ്റ് മാത്രം മതി നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കോളേജിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ വാങ്ങിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നൊരു മേക്കപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ എപ്പോഴും ഒരുപാട് ഹെവി മേക്കപ്പ് ഇട്ടിട്ടൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. ഒരുപാട് എടുത്ത് കാണിക്കുന്ന രീതിയിലൊന്നല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നോർമലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഞാൻ ഒരുപാട് പ്രൊഡക്റ്റും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ 5 മിനിറ്റ് എന്നുള്ളത് കുറച്ച് കൂടിപ്പോകും. കാരണം ഞാൻ സംസാരിച്ചിട്ടൊക്കെയാണല്ലോ, ഇൻട്രോ ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം തോന്നും, പക്ഷേ നമ്മൾ ശരിക്കും ഇത് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ്സ് മതിയാവും കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്ത് പോകാറുള്ളതാണ്. പെട്ടെന്ന് ടപ്പേജ് നമുക്ക് പുറത്ത് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറായിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. മമ എർത്തിൻ്റെ അലോവേര ജെല്ലാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു അലോവേര ജെല്ലാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായി ഇത് യൂസ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഞാനൊരു 1 month ആയി ഞാനിത് വാങ്ങിച്ചിട്ട് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ മാർക്കറ്റിൽ ഒരുപാട് അലോവേര ജെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യുക. ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എന്താ പറയുക, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അലോവേര ജെല്ല് മോയ്സ്ചറൈസർ മാത്രമായിട്ടല്ല, നമുക്ക് പ്രൈമറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് പ്രൈമറും കാര്യങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് മേക്കപ്പിന് മുമ്പ് അലോവേര ജെല്ല് പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രൈമറായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കുറവാണ്. ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഞാൻ മിക്കപ്പോഴും അലോവേര ജെല്ല് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും ഞാൻ അലോവേര ജെല്ല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മമ എർത്തിൻ്റെ അലോവേര ജെല്ല് വിറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അത്. പിന്നെ പാരബൺ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, നോ ആഡഡ് കളർ. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഹെയറിലും സ്കിന്നിനൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അലോവേര ജെല്ലാണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീയുമാണ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ലിപ് ബാം ആണ് കേട്ടോ. അപ്പോൾ ലിപ് ബാമായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വാസ്ലിൻ്റെ ജെല്ലാണ്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആവുമല്ലോ. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ലിപ് ബാം ആക്കി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് മാത്രം മതി കേട്ടോ. ലിപ്പിൽ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടേത് ഡ്രൈ ലിപ്പാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലിപ് ബാം മസ്റ്റാണ്. വാസ്ലീന് നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് വാസ്ലീന്. അപ്പോൾ ഞാൻ ലിപ് ബാമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒലയുടെ ക്രീമാണ് കേട്ടോ. ഈ ഒരു ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒലെ നാച്ചുറൽ വൈറ്റ് വിത്ത് UV പ്രൊട്ടക്ഷൻ ഇൻസ്റ്റന്റ് ഗ്ലോവിംഗ് ഫെയർനെസ് ക്രീം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒലേ ക്രീമിന് പകരം BB ക്രീം ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് BB ക്രീം അവൈലബിൾ ആണ്. പോൺസ്, ഗാർണിയർ, ലാക്മിൻ്റെ ഒക്കെ BB ക്രീം അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒലയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നാച്ചുറൽ വൈറ്റ് എന്നാണ് പറയുന്നത്. ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ. അത് നമ്മൾ എന്താ പറയുക, പെട്ടെന്നൊരു ഗ്ലോ ഉണ്ടാവും ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അല്ല ഞാനിത് യൂസ് ചെയ്യുന്നത്. എനിക്കിതുവരെ യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനിത് എൻ്റെ കസിന് പറഞ്ഞു കൊടുത്തിട്ട് അവൾ ഇപ്പോഴും ഈ ഒരു ക്രീമാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒലയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ BB ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് എടുക്കാണ്ട് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും കേട്ടോ.
ഒരുപാട് നമ്മൾ എടുക്കുമ്പോൾ എന്താ പറയുക നന്നായിട്ട് തന്നെ എടുത്ത് കാണിക്കും. അപ്പോൾ അത്ര ആവശ്യമില്ല, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് മാത്രം മതി. അപ്പോൾ ഞാൻ ക്രീം എടുത്തിട്ട് എൻ്റെ കയ്യിൽ 2-3 ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ, നല്ല തിക്നെസ് ഉണ്ട്. ഇനി ഞാനിത് എൻ്റെ ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ ഈ പൗഡർ എടുക്കുന്ന പോലെ കയ്യിൽ ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ഒക്കെ കൂടി മിക്സാക്കി തേക്കുന്നതിലും നല്ലത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ ഫേസിൽ ഒന്നാകെ ഡോട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. പിന്നെ നമുക്കിതിന് ബ്രഷിൻ്റെയോ അതേപോലെ തന്നെ സ്പഞ്ചിൻ്റെയോ ആവശ്യമില്ല, കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മൂത്താണ് കേട്ടോ. അത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് നേരം നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെക്കിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ നെക്കിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, എങ്കിലും വീണ്ടും പറയുന്നതെന്ന് മാത്രം കേട്ടോ. പിന്നെ ഞാനിത് എൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യരുതെന്ന്. അപ്പോൾ ആരും കണ്ണിൻ്റെ ഭാഗത്തേക്ക് ഇത് അപ്ലൈ ചെയ്യണ്ട, ഫേസിലും നെക്കിലും മാത്രം അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ക്രീം നമുക്ക് പുറത്ത് പോകുമ്പോൾ മാത്രമല്ല വീട്ടിലിരിക്കുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓലയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റെവലോണിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ ആണ്. ഇത് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പൗഡർ ഉണ്ടല്ലോ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്താ പറയുക, ഈ ഓലേ ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ഓയിൽനെസ് ഫീൽ ചെയ്യും നമ്മുടെ ഫേസിൽ. അപ്പോൾ എനിക്ക് അത്ര തന്നെ ഒരു എന്താ പറയുക ഒരു ഓയിൽനെസ് വേണ്ടെന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ച് കോമ്പാക്റ്റ് എടുത്തിട്ട് എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഗ്ലോ വേണ്ട, കുറച്ച് മതി കേട്ടോ. ഗ്ലോ നമ്മൾ കോളേജ് മേക്കപ്പ് ലുക്ക്, ഓഫീസ് മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹെവി ആയിട്ടൊന്നും തോന്നിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ ഫേസ്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര തന്നെ വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് കോമ്പാക്ട് പൗഡർ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോ സംസാരിച്ചുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് 5 മിനിറ്റിൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ച് എടുക്കുന്നതല്ലേ വീഡിയോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒന്നും ആവില്ലല്ലോ, ഷൂട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് മാത്രം മതി നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന ഒരു ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ടൈം പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. കോമ്പാക്ട് പൗഡർ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോമ്പാക്റ്റും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് പ്രൊഡക്റ്റ് ഇട്ടിട്ടുള്ളൂ. ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് പുറത്തൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഹെവി ആയിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നേ ഇല്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോ ആണ്. ഐബ്രോ എന്തായാലും ചെയ്യുക കേട്ടോ. ഐബ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഐബ്രോ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ ഇതാകെ കുളമായിട്ടിരിക്കുകയാണ് എൻ്റെ ഐബ്രോ പെൻസിൽ. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാണ്ട് ഇതുപോലെ സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങാന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും, ഒരു നാച്ചുറൽ ലുക്കായിരിക്കും. മറ്റേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ പിരികം വരച്ചു കൊടുക്കില്ല, അതേപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഫേസ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് മുന്നേ അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഐബ്രോ പെൻസിൽ എടുക്കുന്ന സമയത്തും നിങ്ങളുടേത് ഇപ്പോൾ നല്ല ബ്ലാക്ക് ഐബ്രോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് പെൻസിൽ എടുക്കുക. അത്ര കളറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രൗൺ കളറൊക്കെ എടുത്താൽ മതി കേട്ടോ. ബ്രൗൺ ഷെയ്ഡ് എടുക്കുക. ഞാനിപ്പോൾ ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 2 ഐബ്രോസും അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ഞാൻ ഒരുപാട് എന്താ പറയുക കുത്തി വരക്കുന്നൊക്കെ പോലെ തോന്നും, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോസിൽ ഇങ്ങനെ കാണുന്ന നോക്കണ്ട കേട്ടോ, ഞാൻ വളരെ മെല്ലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഞാൻ
എൻ്റെ 2 ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ ഫേസിന്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മേബിളിൻ്റെ ഐബ്രോ പെൻസിലാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് മാറ്റി പിടിക്കണം എന്നുണ്ട് കേട്ടോ. എനിക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ചെയ്യാം കേട്ടത്. അപ്പോൾ ഐബ്രോ ചെയ്തതിന് ഇനി വേണ്ടത് നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. അപ്പോൾ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലാക്മിൻ്റെ കാജലാണ് കേട്ടോ. ഇത് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഞാനെപ്പോഴും ബ്ലാക്കാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ കുറച്ച് ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോൾ ഇതാ ഇത്രയും പ്രൊഡക്റ്റ് ഇനി ബാക്കിയുള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ട്. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് നല്ലൊരു കാജലാണ്. നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കാജൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായതുകൊണ്ട് എടുത്തെന്ന് മാത്രം കേട്ടോ. ഇതാകുമ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ണ് എഴുതിയെന്ന് അങ്ങോട്ട് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ കണ്ണൊന്ന് വിടർന്ന് നിൽക്കും ചെയ്യും. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിൽ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്കാര യൂസ് ചെയ്യാം കേട്ടോ. ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഡെയിലി അങ്ങനെ മസ്കാര യൂസ് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഞാൻ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഹെവി ആയിട്ടൊന്നല്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ അടിയിൽ മാത്രം ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അടിയിൽ മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഐ ഷേഡോ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ണ് എഴുതുന്നതിന് മുമ്പാണ് ഞാൻ ശരിക്കും ഇടാറ് കേട്ടോ. എനിക്ക് മറന്നതാണ് സത്യത്തിൽ. അപ്പോൾ ഐ ഷേഡോ ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മേബിളിൻ്റെ ന്യൂഡ് ന്യൂവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് നമുക്ക് എല്ലാവർക്കും എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ന്യൂഡ് ന്യൂവൻസ് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇതും ഞാനിതാ ഇത്രയും പ്രൊഡക്റ്റ് ബാക്കിയുള്ളൂ. ഞാനിത് കുറേ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ ഐ ഷെയ്ഡായിട്ട് ഇത് തന്നെയാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യാറ്. പുറത്തൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന പോക്കിലൊക്കെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് ഐ ഷെയ്ഡായിട്ട് ചെയ്യുന്നത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെത്. എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഇതാണ്. നിങ്ങൾ കണ്ടല്ലോ, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് എൻ്റെ കയ്യിൽ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യും. ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രൊഡക്റ്റ് തന്നെ എടുക്കുക. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. വളരെ നാച്ചുറലായിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലിപ്സ്റ്റിക്ക് തന്നെ ഐ ഷേഡായിട്ട് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഐ ഷേഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നിങ്ങൾക്ക് കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എൻ്റെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് എടുത്ത് കാണിക്കുന്ന ഒരു മേക്കപ്പ് അല്ല. വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കായിട്ട് ഞാനിവിടെ എടുക്കുന്നത് മേബിലിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ചില്ലി ബോംബ് എന്നാണ്. ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വരുന്നത് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം സമയം തന്നെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ ലിപ്പിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരുപാട് അങ്ങനെ ചുണ്ടൊക്കെ നനയ്ക്കുമ്പോൾ ചിലപ്പോൾ പോകുന്നല്ലാണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്ന ലിപ്സ്റ്റിക്കല്ല. അപ്പോൾ ഞാൻ 2 ഷെയ്ഡും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഷെയ്ഡ് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈറ്റായിട്ട് മതിയെങ്കിൽ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതപ്പോൾ അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലിപ്പ് പ്രസ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ലിപ്പിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇനി നമ്മുടെ ലിപ്പിൽ നിന്ന് അങ്ങനെ പ്രൊഡക്റ്റ് ഒന്നും വരുന്നില്ല. ഞാനിപ്പോൾ കയ്യിൽ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ന്യൂഡ് ന്യൂവൻസ് ആണ്. നമ്മൾ ഐ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്തല്ലോ, ആ ഒരു ലിപ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും കേട്ടോ. പിന്നെ ഇത് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്പ് എന്താ പറയുക, ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കുന്നൊന്നുമില്ല. നമ്മൾ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്പിൽ ക്രാക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിന് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. അതാണ് എനിക്ക് കൂടുതൽ ഇത് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാരണം. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് കേട്ടോ. എനിക്ക് ഈ മേക്കപ്പ് ലുക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായി. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ നമുക്ക് എവറിഡേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക് എന്ന് തന്നെ ഇതിന് പറയട്ടോ. അങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു ലുക്കല്ല. പിന്നെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇത്ര ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ന്യൂഡ് ന്യൂവൻസ് എന്ന് മറ്റുള്ള ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. എനിക്കിപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തത് കേട്ടോ. ഞാനിതിപ്പോൾ അടുത്താണ് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായി. അതാണ് ഞാനിപ്പോൾ ഇതിവിടെ ട്രൈ ചെയ്ത് കാണിച്ചത്. ഇത് രണ്ടും കൂടി നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ലിപ്പിൽ വരുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്തു ഒറ്റയ്ക്ക് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു തൃപ്തിയായിട്ടില്ല കേട്ടോ. എന്താ പറയുക, ഒരുപാട് എടുത്ത് കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇത് ഓക്കെയാണ്. ഇത് നമുക്ക് ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ അത്രയാണ് മേക്കപ്പ്. ഞാനിവിടെ ഹൈലൈറ്ററോ ബ്ലഷോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലഷ് യൂസ് ചെയ്യാം. ഈ ചില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ മേക്കപ്പ് ലുക്കിൽ ബ്ലഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലഷ് യൂസ് ചെയ്യാം. ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് ഇനി ബ്ലഷ് വേറെ വാങ്ങാനോ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ബ്ലഷായിട്ടും ഐ ഷെയ്ഡോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ബ്ലഷ്, ഐ ഷാഡോ, ലിപ്സ്റ്റിക്ക്, ഇത് മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.